അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അടിപൊളി ടേസ്റ്റിലെ ഒരു റെസിപ്പിയാണ്. അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കപ്പയാണ് ഇതായി എടുത്തിട്ടുള്ളത്. ഇനി കപ്പയുടെ തൊലിയെല്ലാം നമുക്ക് മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ കപ്പ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ഹോളിൽ കൂടെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. കപ്പ മുഴുവനും ഇതാ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കപ്പ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പ വേണം എടുക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് വാടിയ കപ്പ ഒന്നും എടുക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ അതാ മുഴുവൻ കപ്പയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ച് വെക്കാം. ഇങ്ങനെ ഒന്ന് വെള്ളം തളിച്ച് വെക്കുക, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പൊടിച്ച ശർക്കര വാങ്ങാൻ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇടികല്ലിൽ വെച്ച് ശർക്കര പൊടിച്ചെടുക്കാം. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. നമ്മൾ പൊടിച്ച ശർക്കര എടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുകി കിട്ടും. ഒരു തൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര എല്ലാം ഒന്ന് ഉരുകി വരട്ടെ. ഞാനിപ്പോൾ കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വെള്ള ശർക്കര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് ശർക്കരയല്ലേ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം മധുരമുണ്ട്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് മുതൽ 1.25 കപ്പ് ശർക്കര വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ശർക്കര എല്ലാം ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചിട്ട് വേണം ഇതുപോലെ വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനെടുത്ത ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിച്ചൊഴിക്കുന്നില്ല. ഇപ്പൊ ശർക്കര പാനിയെല്ലാം ഇതാ ഉരുകി വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ ഈ ശർക്കര പാനി. ഒരു നൂൽ പാവൊന്നും ആയി പോകരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പൊ 1 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഇതുപോലെ ശർക്കര പാനി പതഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കര എത്ര അളവിലാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് തേങ്ങ ചിരകിയതും എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് തേങ്ങയാണ് ഇത് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് ശർക്കരയ്ക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങ കിട്ടാനില്ല, തേങ്ങ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1 കപ്പ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ശർക്കര പാനിയും തേങ്ങയും എല്ലാം ഒന്ന് നല്ലോണം യോജിച്ച് വരണം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് ഈ ഒരു സമയം. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏലക്ക തല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ഏലക്ക തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഒന്ന് തല്ലിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ പൊടിക്കുന്ന ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് ഏലക്ക പൊടിയുടെ കൂടെ തന്നെ ചുക്കുപൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാനിപ്പോൾ ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വറ്റി വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഒന്ന് വറ്റി വന്നാൽ മതി. കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. ഇനി കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അധികം മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കാം. കുറച്ച് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1-2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇപ്പോൾ പഞ്ചസാര എല്ലാം എന്താ ഒന്ന് അലിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി ഇത് വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഒരുപാട് അങ്ങ് വറ്റി വരണ്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെള്ളമൊക്കെ തളിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതുപോലെ ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കാം. ഈ കപ്പയിലുള്ള ഈ പാല് മുഴുവനും ഇതുപോലെ ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. എത്രത്തോളം ഇതിൻ്റെ പാല് മുഴുവനുണ്ടോ അത്രയും പാല് നമ്മൾ മുറുക്കി പിഴിഞ്ഞതുപോലെ കളയണം.
ഇതുപോലെ മുറുക്കി പിഴിഞ്ഞെടുക്കണം. ഈ പാല് പെട്ടെന്ന് നമുക്ക് മുറുക്കി പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ച് തളിച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോട്ടൺ തുണി ഉണ്ടല്ലോ, കോട്ടൺ തുണിയിൽ എല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം ഇതിൻ്റെ പാല് മുഴുവനും നമുക്ക് പിഴിഞ്ഞ് നന്നായിട്ട് കിട്ടും. ഒട്ടും തന്നെ ഈ കപ്പയുടെ പാല് ഉണ്ടാവാൻ പാടില്ല. പോലെ മുറുക്കി പിഴിഞ്ഞെടുക്കുക. ഇപ്പം എല്ലാ കപ്പയുടെയും കട്ട് മുഴുവനും ഇതാ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ എല്ലാം മുറുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ കട്ടില്ലാതെ നല്ല കറക്റ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുറുക്കി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ചെയ്യാനുള്ളത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കപ്പത ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഒരു 3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് കപ്പ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണം ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുമിച്ചിടരുത്, എന്നാൽ പിന്നെ പൊടിഞ്ഞങ്ങ് കട്ട പോലെ ആയി പോവും. ഇതുപോലെ തരിതരിയായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടണം. ഈ ഒരു രീതിക്ക് വേണം കിട്ടാനായിട്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് അരഞ്ഞൊന്നും പോകരുത്. ഇപ്പം നമ്മൾ ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ ചൂടൊക്കെ ഇതാ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം ചൂട് മാറിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിലക്കടല 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാതെയാണ് കശുവണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തേങ്ങയും ശർക്കരയും നേരിട്ട് ഈ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര പാനി ഉരുക്കി അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും ആയിരിക്കും. എന്തെങ്കിലും കല്ലും മണ്ണൊക്കെ ശർക്കരയിലുണ്ടെങ്കിൽ നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. അങ്ങനെ താല്പര്യമില്ല, ശർക്കരയൊക്കെ നല്ല ശർക്കര, കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിലേക്ക് ചീകി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റവ എടുക്കാം, മൈദ എടുക്കാം. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് നെയ്യ് ഒഴിവാക്കാം. നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കാം. കപ്പയുടെ ഈർപ്പത്തിൽ തന്നെയാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കാനുള്ളത്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി കുറവാണ്, നിങ്ങൾക്ക് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കുക. അതാ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ച് ഉരുട്ടിയെടുക്കേണ്ടത്. ഇനി ഇതിൽ നിന്നും ആവശ്യത്തിനുള്ള മിക്സ് എടുക്കാം. ഉരുട്ടിയെടുത്ത മാവ് ഒന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വട്ടയിലയാണ് എടുത്തിട്ടുള്ളത്. വട്ടയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതായി എടുത്തിട്ടുണ്ട്. വട്ടയിലേക്ക് പകരം നിങ്ങൾക്ക് വാഴയിലയും എടുക്കാവുന്നതാണ്. വട്ടയില ഉണ്ടെങ്കിൽ വട്ടയില തന്നെ എടുക്കുക. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കുക. പിന്നെ ചില വട്ടയില പെട്ടെന്ന് ഇളകി വരില്ല. ചില വട്ടയിലയിൽ മാവ് പറ്റിപ്പിടിച്ച് പെട്ടെന്ന് ഇളകി വരില്ല. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഇളകി വന്നില്ലെങ്കിലോ. അപ്പോൾ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത മിക്സ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കാവുന്നതാണ്. പരത്തി നമുക്ക് വലുതായിട്ട് വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കനം വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. എല്ലാ വശവും ഒന്ന് ഷേപ്പ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 വശവും ഇതുപോലെ ഒന്ന് മടക്കി, ഈ വശവും ഒന്ന് മടക്കി
ഈ വശം ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. എല്ലാം എന്താ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 4 ഗ്ലാസ് വെള്ളം എന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഇതുപോലത്തെ ചെറിയ ഹോളുള്ള ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി ചെമ്പ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു തട്ടുണ്ടാവും. ഇതുപോലത്തെ തട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ തട്ട് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ട് തിരിച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് ആവിയേറ്റി എടുക്കാം. ഇപ്പൊ ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ കണ്ടിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ നല്ലോണം എന്താ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറിയതിനു ശേഷം ഇഡ്ഡലി ചെമ്പിൽ നിന്നും ദാ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇത് ഇല നമുക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയിൽ കുറച്ച് ഉപ്പ് രസം ഉള്ളത് കൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. അപ്പം ഉപ്പ് രസം നമ്മൾ ശർക്കര രുചിച്ച് നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ 2 നുള്ള ഉപ്പും കൂടെ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്ന സമയം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കപ്പ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്